ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ സ്റ്റോറി ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. ഞാൻ കൃഷ്ണ. എൻ്റെ ബാല്യം പഴമ നിറഞ്ഞ ഒരുപാട് ഓർമ്മകൾ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ പറയാൻ പോകുന്നത് അതുപോലത്തെ ഒരു കാലത്ത് തികച്ചും അവിചാരിതമായി നടന്ന ഒരു സംഭവമാണ്. എൻ്റെ നാട് ഇടുക്കിയാണ്. അല്പം ഉൾപ്രദേശമാണ്. പഴയകാലം ഞാൻ +2 കഴിഞ്ഞ് BA മലയാളം കോഴ്സ് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ ചേർന്നു. 2004 ഈ കഥ നടക്കുന്നത്. ഇവിടെ മലനിരകളായതിനാൽ തന്നെ അന്ന് വഴി സൗകര്യം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നത് വളരെ ദൂരം നടന്നിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്നും ഒരു കുറുക്ക് വഴി, അത് 1/2 കിലോമീറ്ററോളം ഇറക്കമാണ്. പോകും വഴി ഒരു വീടുണ്ട്. അത് മിന്നു ചേച്ചിയുടെ വീടായിരുന്നു. അവിടെ നിന്ന് പോയാൽ ഒരു പുഴയുണ്ട്. വെയിൽ സമയമാണെങ്കിൽ പുഴയിൽ ഇറങ്ങി നടക്കാം. മഴ സമയത്ത് പോകാനായി ഞങ്ങൾ കുറച്ച് നാട്ടുകാർ ചേർന്ന് ഒരു പാലം ഇട്ടിട്ടുണ്ട്. വെറും 3 മരത്തടി വെട്ടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിലൂടെ മഴ സമയം പോകാൻ വളരെ ബുദ്ധിമുട്ടുമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും പോകാൻ ഭയമായിരുന്നു അവിടെ. കാരണം വെള്ളം പാലിലൂടെ കുത്തിത്തെറിച്ചാണ് വരുന്നത്. പാലം കടന്നാൽ വീണ്ടും ഒരു ചെറിയ വഴിയുണ്ട്. അത് 2 അതിരുകളാണ്. അതുകൊണ്ട് അവിടെ മാത്രം 4 അടിയോളം ആഴമുള്ള വഴി. കൂടാതെ പല കാട്ടുമൃഗങ്ങളും, പന്നി, ആട്, മുള്ളൻ പന്നി, കുറുക്കൻ, കാട്ടുമുയൽ, അതുപോലെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണത്. ആ വഴി ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാൽ മാത്രം ഒരു മണ്ണ് റോഡുണ്ട്. അതിലൂടെ ഒരു 4 കിലോമീറ്റർ നടന്നാൽ സിറ്റിയിൽ ചെല്ലും. 6 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ പോയിരുന്നത്. വാഹനങ്ങൾ വളരെ കുറവാണ്. അവിടെ നിന്നും 30 കിലോമീറ്റർ ദൂരെയാണ് കോളേജ്. രാവിലെയും വൈകിട്ടും ഒരു ബസ്സുണ്ട്. അതിലാണ് ഞാൻ പഠിക്കാൻ പോയിരുന്നത്. ആ കാലത്ത് സാധാരണ പെൺകുട്ടികളോട് മിണ്ടാൻ ഞങ്ങൾക്ക് ഇന്നത്തെ പിള്ളേരുടെ അത്രയുമൊന്നും ധൈര്യമില്ല. വല്ലപ്പോഴും മാത്രം മിണ്ടും, അതും അത്യാവശ്യമാണെങ്കിൽ. എൻ്റെ അയൽപക്കത്തുള്ള എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണ് മിന്നു ചേച്ചി. ചേച്ചിക്കിപ്പോൾ 21 വയസ്സായി. എനിക്ക് 19. കോളേജ് തുടങ്ങി 3-ാം ദിവസം കഴിഞ്ഞ് മിന്നു ചേച്ചിയുടെ അച്ഛൻ വീട്ടിൽ വന്നു. വൈകുന്നേരം എന്നെ കാണാനാണ് വന്നത്. മിന്നു ചേച്ചിക്ക് ഞാൻ പഠിക്കുന്ന അതേ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയാൻ വന്നതാണ്. ചേച്ചി പക്ഷേ BA ഹിസ്റ്ററി ആയിരുന്നു. രാവിലെ പോകുമ്പോൾ രണ്ടാളും ഒരുമിച്ച് പോയി ഒരുമിച്ച് വരാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഞാൻ ചേച്ചിയെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, സംസാരിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. വീട്ടിലമ്മ തയ്ക്കാറുണ്ട്. ചേച്ചിയുടെ ചുരിദാർ ഒന്ന് കുറയ്ക്കാൻ വന്നപ്പോൾ ചേച്ചി അളവ് കറക്റ്റാണോ എന്ന് നോക്കാൻ എൻ്റെ റൂമിൽ നിന്നും ഇട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറി. കതക് കുറ്റിയിടാതെയായിരുന്നു ചേച്ചി നിന്നത്. എന്നെ കണ്ടതും പെട്ടെന്ന് തന്നെ ചേച്ചി എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഞാനെന്തോ ഷോക്കടിച്ച പോലെ നിന്നു. അതിൽ പിന്നെ ചേച്ചി എന്നോട് മിണ്ടിയിട്ടില്ല. പിന്നെ ഇനി എന്നും ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്നോർത്തപ്പോൾ ഒരാവേശം. ജൂലൈ മാസമായതുകൊണ്ട് മഴക്കാലം. പുഴയിൽ അത്യാവശ്യം വെള്ളവുമുണ്ട്. ഞാൻ ചെന്നതും ചേച്ചി എന്നെ നോക്കി മുറ്റത്ത് കൂടെയും പിടിച്ച് നിൽക്കായിരുന്നു. എന്നെ കണ്ടതും സന്തോഷത്തിൽ നല്ല ഐശ്വര്യമുള്ള ചിരി എനിക്ക് സമ്മാനിച്ചു. എന്നിട്ടെൻ്റെ അടുത്തേക്ക് വന്നു. ഞാനപ്പോൾ പോകാമെന്നും പറഞ്ഞു. ചേച്ചി കൂടെയും കൊണ്ട് മുന്നിൽ നടന്നു, ഞാൻ പിന്നിലും. മിന്നു ചേച്ചി നല്ല ഉയരമുള്ള പെണ്ണാണ്. കണ്ണിന് നല്ല തിളക്കമുണ്ട്. കൺപീലികൾ സാധാരണയിലും നീണ്ടു വളർന്നു നിൽക്കുന്നു. കണ്ണടയ്ക്കുമ്പോൾ പീലികൾ അത് നല്ലതുപോലെ കാണാം. അതാരെയും പെട്ടെന്ന് ചേച്ചിയിലേക്ക് ആകർഷിപ്പിക്കുന്ന തിളക്കമുണ്ട്. അതുകൊണ്ട് ഒരു 5 സെക്കൻഡിൽ കൂടുതൽ ഞാൻ നോക്കാറില്ല. ചേച്ചി എന്നെ നോക്കുമ്പോൾ ഞാൻ കിടന്ന് വിറയ്ക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. ചേച്ചിക്ക് ഇരുനിറമാണ്. എന്നാലും ചിരിച്ചാൽ ഐശ്വര്യമുള്ള നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി കുട്ടിയായിരുന്നു ചേച്ചി. അങ്ങനെ ഞങ്ങൾ നടന്നു. പുഴയുടെ അടുത്തെത്തി. ചേച്ചി പാലത്തിൻ്റെ അടുത്ത് ചെന്ന് എന്നെ നോക്കി. ഞാനും നോക്കി. രാവിലെ മഴ പെയ്തതുകൊണ്ട് തന്നെ
പാലം തെന്നിക്കിടക്കാണ്. എനിക്ക് കാര്യം മനസ്സിലായി. ചേച്ചി പേടിച്ചാണ് നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, മിന്നു ചേച്ചി നടക്ക്, പേടിക്കണ്ട. എടാ, പാലത്തിൽ കയറാൻ എനിക്കൊരു പേടി. ചേച്ചി ചെരിപ്പൂരി കൈകൾ പിടിച്ച് കൂടെ മടക്കി എന്നോട് പറഞ്ഞു, ഒന്നെന്നെ കടത്തി വിടുമോടാ? ശരി, ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നെ നോക്കി എൻ്റെ കൈ പിടിച്ചു. ഞാനൊന്ന് വിറച്ചു. കാരണം അന്നത്തെ ജനറേഷനിൽ ഒരു പെൺകുട്ടി എന്താണെന്നൊന്നും അറിയില്ല. എൻ്റെ ശ്വാസം വേഗത്തിലായി. ഞാനപ്പോൾ ചേച്ചിയുടെ കൈയും പിടിച്ച് പാലം കടന്നുപോയി. അങ്ങനെ അന്ന് ഒരേ ബസ്സിൽ കയറി ഞങ്ങൾ കോളേജിലെത്തി. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ചേച്ചി എന്നോട് നല്ല കൂട്ടായി. കോളേജിലെ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം എന്നോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ ചേച്ചി എന്നോട് കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കാൻ തുടങ്ങി. തിരിച്ചും ഞാനും അങ്ങനെ തന്നെ. എന്നാലും ഞങ്ങൾക്കിടയിൽ നല്ലൊരു സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചേച്ചിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും അറിയാമായിരുന്നു. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചേച്ചിയെ കളിയാക്കും. അപ്പോൾ ചേച്ചി എന്നെ തല്ലും. അതൊക്കെ അങ്ങനെ അങ്ങനെ പോയി. പിന്നീട് വെയിൽക്കാലം വന്നു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ ആറ്റിൽ ചൂണ്ടയിടാൻ പോകാൻ പ്ലാൻ ചെയ്തു. ഒരു കയ്യിൽ ചൂണ്ടയും മണ്ണിരയും കൊണ്ട് പോകുന്ന വഴിയിൽ പുറകെ നിന്നും മീനു ചേച്ചി എന്നെ വിളിച്ചു. ഡാ, നീ എങ്ങോട്ടാ പോകുന്നേ? ചുമ്മാ ചൂണ്ടയിടാൻ പോവാണ് ചേച്ചി, ഞാൻ പറഞ്ഞു. ആണോ? നിക്ക്, ഞാനും വരുന്നു, കുറച്ചലക്കാനുണ്ട്. ആ, എന്നാൽ പെട്ടെന്ന് വാ ചേച്ചി. ഞാൻ ചേച്ചിയെ കാത്തു നിന്നു. വെയിലായാൽ ഞങ്ങളെല്ലാവരും ആറ്റിലാണ് കുളിക്കുകയും അലക്കുകയൊക്കെ ചെയ്യുന്നത്. ചേച്ചി വന്നു. ഞങ്ങൾ ഒരുമിച്ച് ആറ്റിൽ പോയി. അവിടെ ചേച്ചി ഒരു ഭാഗത്ത് തുണി അലക്കിക്കൊണ്ട് നിന്നു. ഞാൻ ചൂണ്ടയും ഇട്ടു. എനിക്ക് കുറച്ച് മീൻ കിട്ടി. അപ്പോഴേക്കും ചേച്ചി വന്നു. ഡാ, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്നും ചേച്ചി ചൂണ്ട വാങ്ങി ഇടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ചേച്ചി ഒരു മീൻ പിടിച്ചു. ശേഷം ചേച്ചി എന്നെ മാറ്റി അവിടെ നിന്നും മീൻ പിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചേച്ചിയുടെ അച്ഛൻ്റെ വിളി കേട്ടു. എന്താ രണ്ടുപേരും കൂടി അവിടെ പരിപാടി? അതച്ഛ, തുണി അലക്കാൻ വന്നതാ, മീൻ ചേച്ചി പറഞ്ഞു. ഇത് കണ്ടോ അങ്കിളെ, എൻ്റെ ചൂണ്ടയെടുത്ത ചേച്ചിയുടെ അലക്ക്. ഞാൻ പറഞ്ഞു. ഒന്ന് പോട കുരങ്ങാ, നീ പൊടി കുരങ്ങി. ചേച്ചി കൊഞ്ഞനും കുത്തി കാണിച്ചു. ഞാനത് കാര്യമാക്കില്ല. കുറച്ചു നാൾ അങ്ങനെയും പോയി. ചിലപ്പോഴൊക്കെ ഞങ്ങൾ അടിയുണ്ടാക്കും. അപ്പോൾ അറിയാതെയൊക്കെ ചേച്ചി എന്നെ തട്ടാറുണ്ട്. അങ്ങനെ ഒരു ദിവസം കോളേജ് വിട്ട് വരുന്ന സമയം ബസ് വഴിയിൽ വെച്ച് പഞ്ചറായി. അങ്ങനെ ഒരു അരമണിക്കൂർ വൈകി. എന്നാലും ഇരുട്ടിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടുകാർ പേടിച്ച് നോക്കി നിൽക്കായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. കുറച്ച് ദിവസം കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്കൊരു മഴ ശാന്തമായ നിലയിൽ പെയ്യാൻ തുടങ്ങി. വൈകുന്നേരമായിട്ടും തോർന്നിട്ടില്ല. ഞാനന്ന് എന്തോ ഭാഗ്യത്തിന് കുടയെടുത്ത് ബാഗിൽ വെച്ചിരുന്നു. കോളേജ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ചേച്ചി തലയിൽ കൂടി ഷോളിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എൻ്റെ കുടയിൽ കയറി. ഞങ്ങൾ ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. ചേച്ചി എൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ തോളിലൂടെ കൈയിട്ടു. അങ്ങനെ ഞങ്ങൾ നടന്നു നീങ്ങി. മഴ അതിശക്തമായ നിലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറുക്ക് വഴിയിലെത്തി. അപ്പോൾ ചേച്ചി നാണം കുണുങ്ങി എന്നോട് പറഞ്ഞു. ഡാ, എനിക്കൊന്ന് പോകണം. ഇപ്പോഴോ? ആടാ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ അത് ചേച്ചി, മഴ മാറിയാൽ അപ്പുറത്ത് വെള്ളം മാറിപ്പോകായിരുന്നു. എടാ, ബസ്സിൽ കയറിയപ്പോൾ തുടങ്ങിയതാ, ഇനി പറ്റില്ല, ചേച്ചി പറഞ്ഞു. ചേച്ചിയെ പറമ്പിൽ കയറ്റിവിടാൻ പറ്റില്ല. ഭയങ്കര മഴ. കൂടാതെ വഴി 4 അടിയോളം ആഴമുണ്ട്. പക്ഷെ ചേച്ചിക്ക് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഒടുവിൽ ചേച്ചി തന്നെ ഒരു വഴി കണ്ടെത്തി എന്നോട് പറഞ്ഞു. ഡാ, ഇനി ഒട്ടും പറ്റില്ല, എനിക്ക് പോകണം. ചേച്ചി അടുത്ത് നിന്നാൽ പോലും ആരെയും കാണില്ല, അത്രയ്ക്ക് മഴയാ. ഞാൻ പറഞ്ഞു. വയ്യടാ, എനിക്കിനി പറ്റില്ല. നീ ബാഗൊന്ന് പിടിക്ക്, ഞാനിവിടെ ഇരിക്കാൻ പോവാ. നീ നോക്കല്ലേ പ്ലീസ്. ഞാൻ ബാഗ് വാങ്ങി പിടിച്ചു. ചേച്ചി കാര്യമങ്ങ് സാധിച്ചു. ഡാ കൊടങ്ങ, കണ്ണടയ്ക്ക്, ചേച്ചി എന്നോട് പറഞ്ഞു. ഞാനൊന്നും കണ്ടില്ല, ഞാൻ പറഞ്ഞു. ചേച്ചി എനിക്ക് തൊട്ട് താഴെയായി ഇരുന്നു. മഴയായതുകൊണ്ടും ചേച്ചിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി കാണാൻ പറ്റി. അതിൻ്റെ കണ്ണിനെ നന്നായി കുളിർപ്പിച്ചു. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടില്ല,
ഇത് പറഞ്ഞ് ചേച്ചി അവിടെ നിന്ന് എഴുന്നേറ്റു. ചേച്ചി കൂടെ പിടിച്ചേ, എനിക്കൊന്ന് പോകണം. ഞാൻ ചേച്ചിക്ക് ഓപ്പോസിറ്റായി തിരിഞ്ഞു നിന്നു. ഹോ, കുറേ നേരമായി പിടിച്ചു വച്ചിരിക്കുന്നു, ഞാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടന്ന് വീട്ടിലെത്തി. പിറ്റേന്ന് മിന്നു ചേച്ചിയെ കണ്ടതും എനിക്ക് എന്തൊക്കെയോ മാറ്റം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ചേച്ചിയും അതുപോലെ തന്നെ എന്നെ നോക്കി നാണിച്ച് എന്നെ ഫേസ് ചെയ്യാൻ ഒരു മടിയുള്ളതുപോലെ. ഞങ്ങളുടെ സംസാരം അന്നു മുതൽ വളരെ ചുരുങ്ങി. പിന്നീട് ചേച്ചിക്ക് എന്നെയും എനിക്ക് ചേച്ചിയും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. അപ്പോഴേക്കും എനിക്ക് മിന്നു ചേച്ചിയോട് വല്ലാത്ത ഒരാഗ്രഹവും വളർന്നു വന്നു. പക്ഷെ എനിക്ക് അത് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഞാൻ വളഞ്ഞ വഴികൾ പലതും ആലോചിച്ചു, പക്ഷെ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. പിന്നീട് ഞാൻ മിന്നു ചേച്ചിയെ വിവാഹം കഴിക്കുന്നതും ചേച്ചി എൻ്റെ ഭാര്യയായി ജീവിക്കുന്നതുമെല്ലാം സങ്കല്പിച്ച് സ്വപ്നങ്ങൾ പലതും കണ്ടു നടന്നു. അങ്ങനൊരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി എനിക്കൊരു പുസ്തകം കിട്ടി. ആദ്യമായി അതൊന്ന് വായിച്ചു. അതിലെ ഓരോ കാര്യങ്ങൾ വായിക്കും തോറും എനിക്കെൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണരാൻ തുടങ്ങി. ശരിക്കും ആ ബുക്ക് എന്നെ അതിശയിപ്പിച്ചു. പഴയ കാലം ആയതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ആരും പറഞ്ഞു തരാനും ഒന്നിൽ കൂടിയും അറിയാനും ഒരവസരം കിട്ടിയിട്ടില്ല. അതിനുശേഷം ആ ബുക്ക് എൻ്റെ മേശയിൽ തന്നെ ഞാൻ പൂട്ടി വെച്ചു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ അടുക്കി വെച്ച സമയം മേശയുടെ പൂട്ട് അടയ്ക്കാൻ മറന്നു. അന്നൊരു അവധി ദിവസമായിരുന്നു. പിറ്റേന്ന് മിന്നു ചേച്ചി വീട്ടിലെത്തി. അമ്മയോട് പുതിയ ചുരിദാർ തയ്ക്കാൻ വന്നതായിരുന്നു ചേച്ചി. ചേച്ചി കുറച്ച് സമയം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ പൊതിക്കാൻ മുറ്റത്തേക്ക് പോയിരുന്നു. കുറച്ച് പണികൾ കഴിഞ്ഞ് കുളിച്ച് മുറിയിൽ വന്നു. അപ്പോൾ മേശ മുഴുവൻ അടഞ്ഞിട്ടില്ല. ഞാൻ തുറന്നു നോക്കി. ഏറ്റവും അടിയിൽ വെച്ചിരുന്ന എൻ്റെ മാഗസിൻ അവിടെ ഇല്ല. ഞാൻ കുറേ തപ്പി, പക്ഷെ കാണാനില്ല. സാധാരണ മിന്നു ചേച്ചി വീട്ടിലെത്തിയാൽ മിക്കപ്പോഴും എൻ്റെ മുറിയിൽ കയറിയിരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ആരാ എൻ്റെ മുറിയിൽ കയറിയത്? അത് അവളാടാ, മിന്നു. ഞാനൊന്ന് നെട്ടി. ചേച്ചി അപ്പോൾ എൻ്റെ ബുക്ക് കൊണ്ടുപോയോ? ഞാൻ സംശയത്തിൽ ഒന്ന് ആലോചിച്ചു. അടുത്ത ദിവസം മിന്നു ചേച്ചി കോളേജിൽ പോകാൻ നിന്നപ്പോൾ എന്നെ നോക്കി ഒരു വല്ലാത്ത ചിരി. അതിലെന്തോ ഒളിപ്പിക്കുന്ന പോലെ ഞങ്ങൾ നടന്നു നീങ്ങി. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ചേച്ചി എന്നോട് പറഞ്ഞു. എത്തരക്കാരൻ? ഞാൻ ചോദിച്ചു. എന്നാലും ഞാൻ വിചാരിച്ച പോലെ അല്ല നീ, ഞാൻ ഉറപ്പിച്ചു. മിന്നു ചേച്ചിയാണ് ആ മാഗസിൻ എടുത്തതെന്ന്. അപ്പോൾ എൻ്റെ മുറിയിൽ നിന്നും അത് കൊണ്ടുപോയത് ചേച്ചിയാണല്ലേ? ഞാൻ ചോദിച്ചു. അതെ, അതേല്ലോ. എന്തേ? ചേച്ചി കളിക്കല്ലേ, മര്യാദക്ക് അത് തിരിച്ചുതാ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പ്ലീസ് ചേച്ചി, ഒന്ന് താ, ഒന്ന് പോടാ. ചേച്ചി അതൊക്കെ വായിച്ചോ? ചേച്ചി നാണിച്ചു പറഞ്ഞു. എന്നിട്ട് ഇഷ്ടമായോ? ആ, അറിയില്ല. അതെന്താ അറിയാത്തേ? ആ, കൊള്ളാം. എന്ത് കൊള്ളാന്ന്? അല്ല, ചേച്ചി തന്നെ അത് വായിച്ചില്ലേ? ഒന്ന് പോടാ. ഞാൻ മനസ്സിൽ ധൈര്യം വരുത്തി പെട്ടെന്നൊരാവേശത്തിൽ ചോദിച്ചു. ചേച്ചി, ആ പുസ്തകത്തിലുള്ള പോലെ നമുക്കൊന്ന് നോക്കിയാലോ? ചേച്ചി എന്നെ നോക്കി. ഭാവവ്യത്യാസം ഒന്നുമില്ല, എന്നാലും എന്തോ ആ കണ്ണിൽ കത്തി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ 3 ദിവസത്തേക്ക് ചേച്ചി എന്നോട് മിണ്ടിയില്ല. 4-ാം ദിവസം ചേച്ചി എന്നോട്, ഉണ്ടാ, നമുക്കൊന്ന് നോക്കിയാലോ? എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എന്താണെന്നറിയാത്ത സന്തോഷം. ഓക്കെ, എപ്പോഴാ? ഞാൻ ചോദിച്ചു. ചേച്ചി നാണിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, വേദനിക്കോ? ആ, അറിയില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ മംഗലാപുരം വരെ പോവാ. ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഞാൻ വയ്യ എന്ന് പറഞ്ഞ് പോകാതിരിക്കാൻ നോക്കാം. ആ, ശരി ചേച്ചി. എന്നാ നോക്കാം. അല്ല ചേച്ചി, നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയാലോ? ഒന്ന് പോട ചെക്ക അവിടെ നിന്ന്. അതും പറഞ്ഞ് ചേച്ചി ഓടി. ഞാൻ ചേച്ചിയുടെ പുറകെ ഓടി.